ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ക്ലാൻ വാർ ലീഗ് 5th ഡേ ആണ്. അതായത് ഇന്നലെ 4th ഡേയിൽ എനിക്ക് പറ്റിയ ഒരു അബദ്ധം, കോൺഫിഡൻസ് കുറച്ച് കൂടിപ്പോയതിൻ്റെ പേരിൽ കിട്ടിയൊരു മൈനസ് മാർക്കാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നലെ 4th ഡേയിൽ എനിക്ക് ഓപ്പണൻ്റായിട്ട് കിട്ടിയത് ഈ ഒരു ടൗൺ ഹാളുകാരനായിരുന്നു. അപ്പം സിമ്പിളായിട്ടുള്ളൊരു ബേസാണ്, പക്ഷേ കുറച്ച് കോൺഫിഡൻസ് കൂടിപ്പോയതിൻ്റെ പേരിൽ 3 സ്റ്റാർ കിട്ടാതെ വന്നു. അതായത് 87% എനിക്ക് ഇന്നലെ എടുക്കാൻ പറ്റിയുള്ളൂ. അപ്പോൾ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്നേ ഉള്ളൂ ഈ 3 സ്റ്റാർ. പക്ഷേ കുറച്ച് മണ്ടത്തരം കാണിച്ചപ്പോൾ ആ ഒരു 3 സ്റ്റാർ കിട്ടാതെ വന്നു. അത് 87 സ്റ്റാറിലോട്ട് ആയിപ്പോയി. ഈഗിൾ ആർട്ടിലറിയൊക്കെ റോയൽ ചാമ്പ്യനെ വെച്ചെടുത്തു. പിന്നെ ഈഗിൾ ആർട്ടിലറി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള എല്ലാം വലിയ പാടുള്ള ബിൽഡിങ്സ് ഒന്നും അല്ലല്ലോ. അപ്പോൾ സിമ്പിളായിട്ട് തന്നെ എടുക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ എല്ലാ ട്രൂപ്സിനെയും ഇറക്കി വിട്ടു. ടൗൺ ഹാളിൻ്റെ ആ ഒരു വശത്തോട്ട് ഗ്രാൻഡ് വാർഡൻ്റെ എബിലിറ്റിയൊക്കെ യൂസ് ചെയ്ത് ടൗൺ ഹാളൊക്കെ പുഷ്പ പോലെ എടുക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ടൗൺ ഹാള് തകർന്നു, 1 സ്റ്റാർ കിട്ടി. അപ്പോൾ അത് പൊട്ടിക്കഴിഞ്ഞപ്പോഴത്തേന് ആ ഒരു വശത്തുള്ള എല്ലാ ട്രൂപ്സും അതിൻ്റെ ആ ഒരു പോയിസൺ അടിച്ച് തീർന്നു. അപ്പോൾ ഏകദേശം ഞാൻ ഇറക്കി വിട്ട 3/4 ട്രൂപ്സും തീർന്നു. പിന്നെ ആകെ ഉള്ളത് രാജാവും, പിന്നെ ആകെ കിങ്ങും, ഒരു ബോളറും, എത്തിയും വിച്ചും. ഇവർക്ക് പിന്നെ എത്തിക്ക് മാത്രമേ ഉള്ളൂ കുറച്ചുകൂടെ ആയുസുള്ളത്. ബാക്കി രണ്ടിനും അല്പപ്രാണനായതുകൊണ്ട് അതൊരു ബോംബ് പൊട്ടിയാൽ തീരാമെന്നുള്ളതേ ഉള്ളൂ. പിന്നെ കിങ്ങിനെയും കൊണ്ട് തട്ടിയും മുട്ടിയും ഒരു 87% എത്തിച്ച്. ഇതാണ് എനിക്ക് ഇന്നലെ പറ്റിയ ഒരു അബദ്ധം. സിമ്പിളായിട്ട് 3 സ്റ്റാർ അടിക്കാൻ പറ്റുന്ന ഒരു ബേസ് ഞാൻ വെറുതെ കൊണ്ടുപോയി 2 സ്റ്റാർ ആക്കി. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? കോൺഫിഡൻസ് ആവാം, പക്ഷേ ഓവർ കോൺഫിഡൻസ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് കയ്യിൽ നിന്ന് കുറേ കാര്യങ്ങൾ നഷ്ടമാകും. അപ്പം എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.